ഇനി സഭാവലോകനമാണ്. നിയമസഭാ അവലോകനം. നിയമസഭ ഒരു കണക്കിന് ലോകത്തിൻ്റെ ദർപ്പണമാണ്. അവിടെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും തത്വശാസ്ത്രങ്ങളും നിലപാടുകളുമെല്ലാം മിന്നിമറിയുന്നത് കാണാം. അദ്ദേഹം പറഞ്ഞു, ഈ പുകഴ്ത്തലിങ്ങനെ കേട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കണ്ട എന്ന്. സാർ, നമ്മുടെ ഈ കൂട്ടത്തിൽ, ഈ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ ഇത്രമാത്രം ഇകഴ്ത്തൽ ഇരയായ ഒരാളെ വേറെ കാണാൻ കഴിയുമോ നിങ്ങൾക്ക്? അന്ന് ഞാനങ്ങ് വീണുപോയില്ലല്ലോ. അപ്പോൾ മറ്റത് കേട്ടാൽ ഉയരുകയില്ല, അത് മനസ്സിലാക്കണം. ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും. അതൊക്കെ ചുരുക്കം ചിലർക്കേ പറ്റൂ. സെൻ ബുദ്ധിസം ശീലിച്ചവർക്ക് പറ്റും. പിന്നെ സഖാവിനെ പോലെ മാർക്സിസം ലെനിനിസം ശീലിച്ചവർക്കും പറ്റും. പക്ഷേ ഈ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും അതൊന്നും മനസ്സിലാവില്ല. സർ, ഇവിടെ അങ്ങ് നൽകിയ റൂളിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ എത്രമാത്രം തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചത്. എന്തിനാണ് അങ്ങനെ അവതരിപ്പിക്കുന്നത്? എടോ എന്ന് വിളിക്കേണ്ടയാളെ ഇപ്പോഴും ഞാൻ എടോ തന്നെ വിളിക്കും, അതിന് വേറെ സംശയമൊന്നുമില്ല. എടോ എന്ന് വിളിക്കുന്നത് ഒരു തരത്തിലും ഒരു അരോചകമായിട്ടുള്ള പദപ്രയോഗമല്ല. അത് സാധാരണ പരസ്പരം ഞങ്ങളുടെ നാട്ടിൽ അപ്പുറവും ഇപ്പുറവും വിളിക്കുന്നൊരു കാര്യമാണ്. അത് ഈ എടോൻ്റെ ഇപ്പുറത്തെ പുള്ളിയില്ലേ, ആ പുള്ളി പോയാൽ തെറ്റായ വാചകമാണ്, തെറ്റായ വാക്കാണ്. അതെ അതെ, അപ്പോഴത് അർത്ഥം മാറി. മറ്റേത് സാധാരണ നിലക്ക് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. പക്ഷേ ആ വാക്ക് ഞാൻ ഇവിടെ വിളിച്ചോ? അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ടായോ? ആവശ്യമുണ്ടായാൽ പോലും അങ്ങനെയൊക്കെ വിളിക്കാമോ എന്നാണ് സഭയ്ക്ക് പുറത്തു നിൽക്കുന്നവരുടെ സംശയം. അങ്ങനെ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. എടോ എന്നൊക്കെ നാട്ടിൻപുറത്തെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുമെങ്കിലും സഭയിൽ അങ്ങനെ പാടില്ലെന്നും അംഗങ്ങൾ പരസ്പരം പേരുപോലും വിളിക്കരുതെന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന മണ്ഡലത്തിൻ്റെ പേര് ചേർത്ത് ബഹുമാനപ്പെട്ട അംഗം എന്ന് മാത്രമേ സംബോധന ചെയ്യാവൂ എന്നുമൊക്കെയാണ് സഭാ ചട്ടങ്ങളിലുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്തോ, അതോ ഇനി എല്ലാം ശരിയായ കൂട്ടത്തിൽ ഇതും ശരിയായോ ആവോ? സർ, അദ്ദേഹം ഗൂണ്ടകളെ പോലീസ് സ്റ്റേഷനിലെത്തുന്നു എന്ന് പറഞ്ഞു. സർ, അത് ഗൂണ്ടകളെ പിടിച്ചെത്തിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഗൂണ്ടകൾക്കെതിരെയുള്ള പോലീസിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ധരിക്കുന്നത് ഗൂണ്ടകൾ അവിടെ ചെല്ലുന്നത് പോലീസിന്റെ ഭരണത്തിനാണെന്നാണ്. അത് പോലീസ് സ്റ്റേഷൻ ഭരിക്കാനല്ല അവിടെ ചെല്ലുന്നത്. പോലീസ് ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികളിൽ ഗൂണ്ടകൾക്കെതിരെയുള്ള നീക്കം ഇപ്പോൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണത്. അത് കറക്റ്റ്. പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ ചെല്ലുകയാണെങ്കിൽ അങ്ങനെയല്ല ചെല്ലുക, ഇതാ ഇങ്ങനെയാണ് ചെല്ലുക. പോലീസ് സ്റ്റേഷൻ ഭരിക്കാനാണ് ചെന്നതെങ്കിൽ ജയരാജേട്ടൻ പയ്യന്നൂർ സ്റ്റേഷനിൽ ചെന്നതുപോലെ ചെല്ലും. മൈക്കും വെക്കും, പ്രസംഗിക്കുകയും ചെയ്യും. അതിനൊക്കെ പക്ഷേ തക്കതായ കാരണം വേണം. ഈ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നടപടി മാത്രമല്ല ഇത്. താഴെ നിന്ന് പഴയ UDF ഗവൺമെൻറ് കാലത്ത് ചെയ്ത പോലെ CPM പ്രവർത്തകരുടെ ലിസ്റ്റ് എടുക്കുക, എന്നിട്ടിപ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നോട്ടീസ് കൊടുക്കുക. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല, പോലീസ് സംവിധാനത്തിൽ തന്നെ CPM വിരുദ്ധമായിട്ടുള്ള നിലപാട് തുടരുന്ന സാഹചര്യമാണ് ഞങ്ങളുടെ ജില്ലയുടെ അനുഭവത്തിലുള്ളത്. അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തോടും ഭരണ നേതൃത്വത്തോടും ഞങ്ങളുടെ പരാതി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജില്ലാ പോലീസ് മേധാവി എന്ന നിലക്ക് ഈ കാര്യത്തിൽ ഇടപെട്ട് ദുരുപയോഗം നടത്തുന്ന ഇത്തരം
പ്രവൃത്തികൾ അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. പോലീസ് സംവിധാനം എവിടെയെങ്കിലും CPM വിരുദ്ധമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സ്റ്റേഷൻ ഭരിക്കാനായി സഖാക്കൾ അങ്ങോട്ട് ചെല്ലൂ. അല്ലാത്തിടത്ത് ചെല്ലില്ല. വെറുതെ ദുഷ്പ്രചരണം നടത്തരുത്. അങ്ങനെ ഇരിക്കെ ആനകളുടെ, അതും കാട്ടാനകളുടെ പ്രതിനിധി നിയമസഭയിലെത്തി ചോദ്യവും ചോദിച്ചു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പൊ ആനയ്ക്ക് ഇവിടെ റെപ്രസെന്റേഷൻ ഇല്ലാത്തത് കൊണ്ട് ആനയുടെ പ്രയാസം ആർക്ക് പറയാൻ പറ്റും സാർ? അപ്പോ ഇതിന്റെ മറുവശമുണ്ട്. മറുവശം, അതെ സാർ, അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഇതിന്റെ മറുവശമുണ്ട്. ആന വരാതിരിക്കണമെന്നൊരിക്കൽ ഒന്ന് ഈ കാടിനോട് ചേർന്ന് നമ്മൾ പൈനാപ്പിൾ കൃഷി ചെയ്യും സാർ. ഇതിന്റെ മണം വരുമ്പോൾ ആന ഇറങ്ങിപ്പോകും സാർ. ഇവിടെ നല്ല ചക്കപ്പഴം ഉണ്ടാവും, ആന ഇറങ്ങും. അതേസമയം ആനയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം കാട്ടിലെത്തിക്കുക പല രൂപത്തിൽ. ഞാൻ അതിന്റെ വിശദ വിവരം പറയുന്നില്ല, അങ്ങനെയായിട്ട് നേരിട്ട് സംസാരിക്കാം സാർ. അത് അങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്കൊരു പ്രതിരോധ പ്രവർത്തനം മാത്രമല്ല, എങ്ങനെ വെടിവെക്കാം, എങ്ങനെ പിടിക്കാം, അത് മാത്രമല്ല, അങ്ങനെ ആരെയെങ്കിലും ചവിട്ടിക്കൊന്നാൽ എത്ര രൂപ കൊടുക്കണം, ഇതൊക്കെ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനവും അതിന്റെ നഷ്ടപരിഹാര പ്രവർത്തനവുമാണ് സാർ. ഇത് ഇറങ്ങാതിരിക്കണം. അങ്ങ് തന്നെ പറഞ്ഞല്ലോ 7000-ഓളം ആന ഇപ്പൊ കാട്ടിലുണ്ട്. അത് ഇറങ്ങാതിരിക്കണമെങ്കിൽ ആനയ്ക്ക് അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ആവാസ കേന്ദ്രമായി വനത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നു. ഏതായാലും ആനയ്ക്ക് വേണ്ടി ചോദിക്കാൻ കാണിച്ച അങ്ങയുടെ ജനാധിപത്യ ബോധത്തെ അഭിനന്ദിക്കുകയാണ്. സാറേ, ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ വനം വകുപ്പിൻ്റെ സജീവ പരിഗണനയിലുള്ള വിഷയങ്ങൾ തന്നെയാണ് സാർ. ഈ വന്യമൃഗങ്ങൾ വെളിയിലോട്ട് വരുന്നതിൻ്റെ കാരണം അതാണ് അദ്ദേഹം പറഞ്ഞത്, ആനയടക്കമുള്ള. അതിൻ്റെ കാരണം വനത്തിനകത്ത് പഴയതുപോലെ വെള്ളം ലഭ്യമാകുന്നില്ല, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാകുന്നില്ല, അവയ്ക്ക് താമസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആവാസ സ്ഥിതിഗതികൾ അവിടെ ഇല്ല. ഇതാണ് കാരണം സാർ. അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വനം വകുപ്പ് ആലോചിക്കുന്നത്. വനത്തിനകത്ത് വന്യജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉറപ്പാക്കുക, ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുക. അതാണ് അവരെ അതിനകത്ത് തന്നെ നിർത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങയുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതിന് വേണ്ടിയിട്ട് കൂടുതൽ ക്ഷണിക്കുകയാണ്. പ്രതിപക്ഷം മൃഗങ്ങളോടൊപ്പമാണെങ്കിലും ഭരണപക്ഷം അങ്ങനെയല്ല കേട്ടോ. നിലമ്പൂർ MLA PV അൻവറൊക്കെ മൃഗവിരുദ്ധരാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത കണക്ക് 47,000-ഓളം പന്നികളെന്നാണ് സാർ. 1 ലക്ഷം പന്നി വേണമെങ്കിൽ നിലമ്പൂരിൽ നമുക്ക് കയറ്റി അയക്കാൻ കഴിയും സാർ. രാത്രി കാലങ്ങളിൽ സെക്കൻഡ് ഷോ വിട്ട് ആളുകൾ വരുന്ന പോലെയാണ് മെയിൻ റോഡിലൂടെ പന്നിക്കൂട്ടങ്ങൾ പോകുന്നത്. 7:30 മണി 8 മണി കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിളിൽ പോലും ആളുകൾക്ക് യാത്ര ചെയ്യാൻ വയ്യ. എത്രയോ സ്ഥലങ്ങളിൽ പന്നി ഇടിച്ച് അപകടം നിത്യേന എന്നോണം ഉണ്ടാകുന്നുണ്ട് സാർ. അതുകൊണ്ട് ആ കണക്ക് ഒന്ന് പുനഃപരിശോധിക്കണമെന്ന് വളരെ എളിമയോടും കൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ. ചോദ്യം എന്താ? ചോദ്യം ആ കണക്കൊന്ന് പുനഃപരിശോധിക്കണം എന്നുള്ളത്. പരിശോധിക്കുമോ എന്ന് സാറ്, ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് വളരെ ശരിയാണ് സാർ. ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു 3 വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണിത്. പന്നി ഒരു പ്രസവത്തിൽ സാർ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു 16, 18, 20 വരെയൊക്കെ പന്നിയുടെ ഒരു പ്രസവത്തിൽ കുട്ടികളുണ്ടാകും എന്നാണ്. അപ്പോൾ ആ നിലയ്ക്ക് കണക്കാക്കിയാൽ 1 വർഷം കൊണ്ട് തന്നെ ഈ പറയുന്നതിൽ എത്രയോ സൂകരപ്രസവം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ നിലയിൽ കണക്കാക്കിയാൽ 1 വർഷം കൊണ്ട് തന്നെ പന്നിയുടെ എണ്ണത്തിൽ വലിയ നമ്പർ വർധനവ് വരും. അപ്പോൾ അതുകൊണ്ട് മെമ്പർ പറഞ്ഞത് ശരിയായിരിക്കും. കൂടുതൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് വ്യത്യാസം കാണും. ഏതായാലും നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള കണക്ക് ഉണ്ടാക്കാൻ അവരുടെ അടുത്ത് ആവശ്യപ്പെടാം ഉദ്യോഗസ്ഥർ. മനുഷ്യരുടെ കാര്യങ്ങൾ മാത്രമല്ല, മൃഗങ്ങളുടെ കാര്യങ്ങൾ പോലും ഇത്രയും സമയമെടുത്ത് ചർച്ച ചെയ്യുന്ന ഈ സഭയെക്കുറിച്ച് ഒരു കുറ്റം പറയാൻ കിട്ടാത്തതിനാൽ ഇന്നത്തെ അവലോകനം ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.